ആ പാപം ഞാൻ ഏൽക്കണ്ടല്ലോ ഒന്നിച്ചിട്ടാ. പൂണൂലുട്ട പെലേനവൻ, പൂണൂലുട്ട പെല. അമ്പലത്തിന്റെ ഭരണസമിതിയിൽ ഇരിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, കോണ കൊടുത്ത നായരാണെന്നോ പൂനൂലിട്ട നമ്പൂരിയാണെന്നോ നോക്കിയിട്ടല്ല ഭക്തർ അമ്പലത്തിലേക്ക് വരുന്നത്. ഇതൊരാളുടെയും കുത്തകയല്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചിലപ്പോ പെലയനും പൊലയനും ചെമ്മാനും ചെരുപ്പ് കുത്തിയും എന്താ പറയാ ഈഴവനും ഒക്കെ ചിലപ്പോ ഇതിലേക്ക് വരും, അമ്പലത്തില് ശാന്തിയായിട്ട് വരും. ബ്രഹ്മം അറിയുന്നത് ആരോ അവൻ ബ്രാഹ്മണൻ. വേദങ്ങളും ഉപനിഷത്തുകളും മന്ത്രങ്ങളും അറിയുന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ആർക്കും ഇതായിട്ട് വരാം, അമ്പലത്തിൽ ശാന്തിയായിട്ട് വരാം. ഇതൊന്നും ഒരു വിഭാഗത്തിന്റെയും കുത്തകയല്ല. നായന്മാർക്കും നമ്പൂരിമാർക്കും മാത്രം അമ്പലത്തിൽ പൂജ ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നും എവിടെയും ഒരു വേദത്തിലും ഒരു ഗ്രന്ഥത്തിലും എഴുതി വെച്ചിട്ടില്ല. ചേച്ചിയോട് പറയാനുള്ളത്, ഇനി ഇവിടുന്ന് അങ്ങണ്ട് ചിലപ്പോ താഴേക്കിടയിൽ എടുക്കുന്ന നിങ്ങളൊക്കെ അടിച്ചമർത്തുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ അമ്പലത്തിലെ പൂജാരിമാരായിട്ട് വരേണ്ടി വരും. കാരണം നിങ്ങൾക്ക് തരുന്നതല്ല, നിങ്ങളുടെ ജാതിക്ക് തരുന്ന ബഹുമാനമല്ല അത്, ഭക്തി അല്ലത്, ആ സ്ഥാനത്തിന് കൊടുക്കുന്നതാണ്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്തിരിക്കുന്ന, ഭഗവാനെ നിവേദിക്കുന്നത് കൊണ്ട്, ഭഗവാനെ പൂജിക്കുന്നത് കൊണ്ട് ആ സ്ഥാനത്തിനാണ് ഞങ്ങൾ ബഹുമാനം തരുന്നത്. അല്ലാതെ നിങ്ങളുടെ ജാതിക്കല്ല ബഹുമാനം. നിങ്ങൾ അവിടുന്ന് ഇറങ്ങിയ നിങ്ങൾക്ക് ആ സാധാരണക്കാരനാണ് നിങ്ങളും. ആ സ്ഥാനത്തേക്ക് ആര് വന്നാലും, അത് പുലയം വന്നാലും ചെമ്മാൻ വന്നാലും അതിന് താഴെ കിടക്കുന്ന കിടയിൽ കിടക്കുന്ന ആര് വന്നാലും ആ ബഹുമാനം കിട്ടും, ആ ബഹുമാനം കൊടുക്കും. അത് ആ സ്ഥാനത്തിന് കൊടുക്കുന്ന ബഹുമാനാണ്. അതുകൊണ്ട് വേദങ്ങൾ അറിയുന്ന, ഉപനിഷത്തുകൾ അറിയുന്ന, മന്ത്രങ്ങൾ അറിയുന്ന, ഭഗവാനെ സേവിക്കാൻ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആർക്കും ഇനിയുള്ള കാലത്ത് പൂജാരിമാരായിട്ട് അമ്പലത്തിൽ വരണം ചെയ്യണം. അതിനുള്ള മാറ്റങ്ങൾ വരണം. ഒരു വിഭാഗത്തിന്റെ കുത്തകയല്ല. ഈ പൂനൂലിടുന്നത് അറിവ് ശേഖരിച്ചിട്ടാണ് പൂനൂലിടുക, അല്ലാതെ ആരും പെറ്റ് വീഴുമ്പോൾ പൂനൂലിട്ട് വരുന്നതല്ല. അത് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു ബ്രാഹ്മണനാവണത്, ആ പൂനൂലിട്ട് പൂജാരി ആവണതൊക്കെ പഠിച്ചിട്ട് വന്നിട്ടാ, അല്ലാതെ വെറുതെ വരുന്നതല്ല. അപ്പൊ നിങ്ങളെ പരിപാടികൾ നടക്കട്ടെ. നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, ചെതറട്ടെ.